Let's have our functions of financial market. എന്തൊക്കെയാണ് financial market functions എന്നാണ് നമ്മൾ പറയുന്നത്. So we are going to end the first module by this portion. Financial market play a role in allocating resources in an economy by performing the following function. First one is intermediary function. Intermediary ആയിട്ടുള്ള function ആണ് first point വരുന്നത്. So financial intermediaries are the firms and institutions that provide financial product and service to customers who may not be able to get them more efficient by themselves. A good example of financial intermediary is a mutual fund company. എന്താണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്ന് ആണ് പറയുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആർ ദ ഫേംസും ഇൻസ്റ്റിറ്റ്യൂഷനും ദാറ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്, ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുകയും കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. who may not be able to get them more efficiently by themselves. അവർക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റാത്ത എല്ലാ സർവീസസും ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. A good example of financial intermediary is a mutual fund company. മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറിയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ. അവരെന്താ ചെയ്യുന്നത്? വിച്ച് മൊബിലൈസസ് ദ സേവിങ് ഫ്രം വേരിയസ് പീപ്പിൾ ആൻഡ് എഫിഷ്യൻ്റ്ലി ഇൻവെസ്റ്റ് ഇൻ എ ബാസ്ക്കറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. അവരെന്താ ചെയ്യുന്നത്? സേവിങ് ഫ്രം ആളുകളിൽ നിന്ന് സേവിങ്സ് മൊബിലൈസ് ചെയ്യുകയും അവർ സെക്യൂരിറ്റീസിൻ്റെ ബാസ്ക്കറ്റിനകത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. A strong financial market act as an intermediary between savers and borrowers. അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് റിയൽ ഇക്കണോമിക് റിസോഴ്സസ് ഫ്രം ലെൻഡർ ടു അൾട്ടിമേറ്റ് ബോറോവർ. ലെൻഡറിൽ നിന്ന് ബോറോവറിലോട്ട് മാറ്റുന്നു. അടുത്തതായിട്ട് എൻഹാൻസിങ് ഫംഗ്ഷനാണ്, എൻഹാൻസിങ് ഇൻകം. Financial market allow lenders to earn interest on dividend on their surplus invisible funds. Financial market ലെൻഡേഴ്സിനെ എന്ന് വെച്ചാൽ പൈസ കൊടുക്കുന്നവരെ ടു ഏൺ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ, ഒരു ഡിവിഡൻറ്റ് ഏൺ ചെയ്യാനായിട്ട് ഓൺ ദർ അവരുടെ കയ്യിലുള്ള സർപ്ലസ് ആയിട്ടുള്ള ഇൻവിസിബിൾ ഫണ്ടിനകത്ത് നിന്നും അവർക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ ആൻഡ് നാഷണൽ ഇൻകം. അതോടൊപ്പം തന്നെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ ഇൻകം കൂടും, അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ഇൻകം കൂടുമ്പോൾ നാഷണൽ ഇൻകം കൂടും ചെയ്യുന്നതാണ് പറയുന്നത്. Another fourth point is productive usage. Financial market allows for the productive use of the fund borrowed and thereby enhancing the income and the gross national production. Financial market എന്താ ചെയ്യുന്നത്? allows for the പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ദ ഫണ്ട്. ഫണ്ടിൻ്റെ പ്രൊഡക്റ്റീവ് യൂസിനെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബോറോഡ് ആൻഡ് ദെയർബൈ എൻഹാൻസിങ് ദ ഇൻകം, അതിലൂടെ ഇൻകം എൻഹാൻസ് ചെയ്യാനും ആൻഡ് ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് പ്രൊഡക്റ്റീവ് യൂസേജ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. സോ ദീസ് ആർ ദ fifth one is capital formation. Financial market provide a channel through, ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. Financial market provide a channel through which new savings flow to aid capital formation of a country. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ എന്താ ചെയ്യുന്നത്? ന്യൂ സേവിങ്സ് ഫ്ലോ വരുന്നുണ്ട് ഇക്കോണമിയിൽ. ക്യാപിറ്റൽ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ ക്യാപിറ്റൽ ഫ്ലോ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതർ പോയിന്റ്, ഫെസിലിറ്റേറ്റ് പ്രൈസ് ഡിസ്കവറി ഓർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. സെക്കൻഡ്. പ്രൈസ് ഡിറ്റർമിനേഷനും പ്രൈസ് ഡിസ്കവറിയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ഇൻറ്ററാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ന്യൂമറസ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ പ്രൈസ്. അടുത്തത് പറയുന്നത് സെയിൽസ് മെക്കാനിസം ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ബൈ ഇൻവെസ്റ്റേഴ്സ് സോ ആസ് ടു ഓഫർ ദ ബെനിഫിറ്റ് ഓഫ് മാർക്കറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിസൾട്ട്സ് ദ ജനറേഷൻ ആൻഡ് കോൺസിക്വൻറ്റ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ, പിന്നെ ഫിനാൻഷ്യൽ ഫങ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ്
ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്.